ഓക്കെ, നമ്മുടെ സെക്കൻഡ് അസൈൻമെന്റിലുള്ള പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ പ്രോബ്ലമാണിത്. സാധാരണ സിമ്പിൾ മെഷ് കറണ്ട് തന്നെയാണ്. സിമ്പിൾ മെഷ് പ്രോബ്ലമാണ്. ഇതിനകത്ത് രണ്ട് മെഷ് ഉണ്ട്. ഇതൊരു മെഷാണ്, ഇതൊരു മെഷാണ്. ആദ്യത്തെ മെഷിൽ I1 എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങനെ ക്ലാക്ക് വൈസ് പോകുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. I2 എന്ന് പറഞ്ഞ കറണ്ട് ക്ലാക്ക് വൈസ് പോകുന്നതായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ 5 is equal to നമുക്കൊക്കെ അറിയാം 3 into I1 പ്ലസ് 6 into 6 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് രണ്ട് മെഷീൻ ഇടയ്ക്കുള്ളത് കൊണ്ട് നമ്മളപ്പോൾ ആദ്യത്തെ മെഷീൻ്റെ ഇക്വേഷൻ എഴുതുന്നത് കൊണ്ട് I1 ആണ് കൂടുതൽ, I2 കുറവാണ്. അപ്പോൾ I1 മൈനസ് I2 പ്ലസ് 6 എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. 6 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കറണ്ട് നേരെ അസ്യൂം ചെയ്യുന്ന കറണ്ട് നേരെ പോയി മുട്ടുന്നത് പോസിറ്റീവിലാണ്. സോ അതുകൊണ്ടാണ് അവിടെ 6 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, പ്ലസ് 6 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് മെഷീൻ്റെ ഇക്വേഷൻ ഇവിടെ നിന്ന് തുടങ്ങാം. 3 into I2 പ്ലസ് പോസിറ്റീവിൽ മുട്ടുന്നത് കൊണ്ട് പ്ലസ് 7, നെഗറ്റീവിൽ മുട്ടുന്നത് കൊണ്ട് മൈനസ് 6 പ്ലസ് 6 ഇൻറ്റു I2 മൈനസ് I1. കാരണം നമ്മൾ സെക്കൻഡ് മെഷീനിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അവിടുത്തെ കറണ്ടാണ് കൂടുതൽ. I2 മൈനസ് I1 എന്ന് പറഞ്ഞ രണ്ട് കറണ്ടാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് 6 ഇൻറ്റു I2 മൈനസ് I1. ഇതാണ് ഫസ്റ്റ് ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ ഈക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. I1 ഉം I2 ഉം സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. സോ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? 3 മെഷ് ഉണ്ട്. ആദ്യത്തെ മെഷ് I1, ഇത് I2 എടുത്തിട്ടുണ്ട്, ഇത് I3 എടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ആദ്യത്തെ മെഷിൻ്റെ നമ്മൾ ഇക്വേഷൻ എഴുതാണ് 5 is equal to 6 into I1 plus 3 into I1 minus I2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് സെക്കൻഡ് മെഷിൻ്റെ ഇക്വേഷൻ എഴുതാണ്. ഞാൻ 4 നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതണം. എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. 0 is equal to ആദ്യത്തെ 4 into I2, അതേമാതിരി 3 into I2 minus I1 പ്ലസ് ഇത് നേരെ പോയി മുട്ടുന്നത് പോസിറ്റീവിലാണ്. അപ്പോൾ പ്ലസ് 3 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. അടുത്ത മൂന്നാമത്തെ മെഷിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ കറണ്ടാണ് കൂടുതൽ. സോ ഇവിടെ വന്നിട്ട് ആകെ ഒരു റെസിസ്റ്റൻസും ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ 2 into I3 നേരെ പോയി മുട്ടുന്നത് മൈനസിലാണ്. ദാറ്റ് ഈസ് ഇത് കറണ്ട് മുട്ടുന്നത് മൈനസിലാണ്. സോ അപ്പം -3 is equal to 0. അങ്ങനെ 3 ഈക്വേഷനാണ് ഉള്ളത്. ഓക്കെ, ഇത് രണ്ടാമത്തെ. നമുക്ക് അടുത്ത മൂന്നാമത്തെ ഈക്വേഷനിലേക്ക്, മൂന്നാമത്തെ പ്രോബ്ലത്തിൽ കിടക്കാണ്. മൂന്നാമത്തെ പ്രോബ്ലം വൺസ് അഗൈൻ ഒരു സിമ്പിൾ മെഷ് കറണ്ട് പ്രോബ്ലമാണ്. രണ്ട് മെഷേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ മെഷിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ഉം സെക്കൻഡ് മെഷിൽ I2 എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഇതിനകത്ത് എഴുതാണ് 3 is equal to 5 into I1 plus 6 into I1 minus I2 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. പിന്നെ ഈ ബൗണ്ടറിയിൽ ഒരു മെഷിൻ്റെ ബൗണ്ടറിയിലെ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ആ മെഷിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ്? I2 ആണെങ്കിൽ ആ I2 തന്നെയാണ് ആ കറണ്ട് സോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ അപ്പോൾ I2 എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ബട്ട് കറണ്ട് സോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -2 amps എഴുതിയിട്ടുണ്ട്. I2 is equal to -2 amps. ഇത് ഫസ്റ്റ് മെഷിൻ്റെ ഇക്വേഷൻ. ഇത് രണ്ടത്തിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എളുപ്പമായിട്ട് I1 കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. ഇത് ഫോർത്ത് പ്രോബ്ലമാണ്. ഫോർത്ത് പ്രോബ്ലം 3 മെഷ് ഉണ്ട്. I1, I2, I3 ഞാൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മാറ്റി എടുത്തിട്ടുണ്ടാവാം. ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. മുകളിലുള്ളത് I1, ഇത് I2, I3 എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇത് സൂപ്പർ മെഷ് ആയതുകൊണ്ട് ആദ്യം സൂപ്പർ മെഷിൻ്റെ ഇക്വേഷൻ എഴുതാണ്. സൂപ്പർ മെഷ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് മെഷിൻ്റെ ഇടയ്ക്ക് ഒരു കറണ്ട് സോഴ്സ് ഉള്ളതാണ് സൂപ്പർ മെഷ് എന്ന് പറയുന്നത്. അപ്പം ഈ കറണ്ട് സോഴ്സിൻ്റെ കറണ്ട് ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ്, ലെറ്റ് മീ ഡ്രോ ഇറ്റ് ഹിയർ ആൻഡ് ഷോ ഇറ്റ്. ദാറ്റ് ഈസ് ഈ വഴിക്കാണ് പോകുന്നത്. നമ്മുടെ I3യും ഈ വഴിക്കാണ് പോകുന്നത്. കേട്ടാ. വേറെ I2 എന്ന് പറഞ്ഞ കറണ്ട് അസ്യൂം ചെയ്തിരിക്കുന്നത് ഈ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് I3 മൈനസ് I2 ആണ്. I3 മൈനസ് I2 is equal to 2 എന്ന് പറഞ്ഞ് എഴുതി. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടാമത്തെ മെഷ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ട് മെഷീൻ നമ്മളിപ്പോൾ ഈ കറണ്ട് സോഴ്സ് നമുക്ക് കളയാം. കറണ്ട് സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ഈ രണ്ട് മെഷീൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഇക്വേഷൻ എഴുതേണ്ടത്. സോ രണ്ട് മെഷ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കാം. ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. സോ ആദ്യം 3 നിന്ന് തുടങ്ങാം. 0 is equal to എന്ന് പറഞ്ഞ് തുടങ്ങണം. 0 is equal to 3 എന്ന് പറയുന്നത് മൂന്നാമത്തെ മെഷിലുള്ള കറണ്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പം 3 into I3 എന്ന് പറയാം. അവിടുത്തെ കറണ്ട് 3 ആണ്. അടുത്തത് നേരെ പോയി മുട്ടുന്നത് എവിടെയാണ്? പോസിറ്റീവിലാണ്. സോ അപ്പം +3 വോൾട്ട്. എന്നിട്ട് നേരെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, 6 into I2 ആണ്. ഇവിടുത്തെ കറണ്ട് I2 ആണ്. പിന്നെ 4 into
ഈ 4 എന്ന് പറയുന്നത് രണ്ട് മെഷീൻ ഇടയ്ക്കാണുള്ളത്. I1ക്കും ദാറ്റ് ഈസ് 1ക്കും 2ക്കും ഇടയ്ക്കാണ്. ബട്ട് നമ്മുടെ രണ്ടാമത്തെ മെഷീൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ 4 ഇൻറ്റു I2 മൈനസ് I1 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തൊരു ലാസ്റ്റ് ഉള്ള റെസിസ്റ്റൻസ് 3 ആണ്. 3 ഇൻറ്റു I3 മൈനസ് I1. ഓക്കെ, സോ ഇതൊക്കെയാണ് കാര്യം. അടുത്ത് നമ്മൾ ഫസ്റ്റ് മെഷീൻ്റെ ഈക്വേഷൻ എഴുതണം. സോ ഫസ്റ്റ് മെഷീൻ്റെ ഈക്വേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? സോ ഈ പാർട്ട് അത് സാധാരണ മെഷ് ആയതുകൊണ്ട് 3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഈ 3 എന്ന് പറയുന്നത് രണ്ട് മെഷീൻ ഇടയ്ക്കാണുള്ളത്. നമ്മൾ ഫസ്റ്റ് മെഷീൻ്റെ ഈക്വേഷൻ എഴുതുമ്പോൾ ഇറ്റ് ഈസ് I1 മൈനസ് I3 ആണ്. അതേമാതിരി 4 എന്ന് പറയുന്നത് I1 മൈനസ് I2 ആണ് എന്ന് പറഞ്ഞ് 3 ഈക്വേഷൻ നമുക്ക് എഴുതും. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ റൈറ്റ്. സോ അടുത്ത നമുക്ക് പ്രോബ്ലത്തിൽ പോവാം. അടുത്ത അഞ്ചാമത്തെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വൺസ് അഗൈൻ സൂപ്പർ മെഷ് ആണ്. സൂപ്പർ മെഷ് എന്ന് പറയുമ്പോൾ രണ്ട് മെഷിൻ്റെ ഇടയ്ക്കാണ് ഇവന് കറണ്ട് സോഴ്സ് ഉള്ളത്. അപ്പം നമ്മൾ ഈ I2 എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ടോപ്പിലോട്ടാണ്. I2 എന്ന് പറഞ്ഞ കറണ്ട് ടോപ്പിലോട്ടാണ്. വേറെ I1 എന്ന് പറയുന്നത് മുകളിൽ താഴോട്ടാണ്, താഴെ നോക്കിയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ് ഈ പറഞ്ഞ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് മുകളിലോട്ടാണ്. അപ്പം I2വും ഇവർക്കുമാണ് ബന്ധം കൂടുതൽ. അപ്പം I2 മൈനസ് I1 ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യത്തെ ഈക്വേഷൻ എഴുതാം. അതേമാതിരി ഇത് എഴുതിയ ശേഷം ഇത് കളയണം. ദാറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഞാനത് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? ഈ ഔട്ടർ മെഷിൻ്റെ ഇക്വേഷനാണ് എഴുതാൻ പോണത്. ഔട്ടർ മെഷീൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സംഭവമാണ് ഔട്ടർ മെഷീൻ. ഓക്കെ, ഈ ഔട്ടർ മെഷിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ 3 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു I1 പ്ലസ് 2 ഇൻറ്റു I2. എന്നിട്ട് നേരെ മുട്ടുന്നത് ഈ കറണ്ട് നേരെ പോയി മുട്ടുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ പ്ലസ് 2 എന്നിട്ട് പ്ലസ് 2 ഇൻറ്റു I2. ഓക്കെ, 2 ഇൻറ്റു I2 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 ഇൻറ്റു I2, ഇത് I2 ആണ്. 2 ഇൻറ്റു I2. സോ അങ്ങനെ അഞ്ചാമത്തെ പ്രോബ്ലം. സോ ആറാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാമത്തെ പ്രോബ്ലം ഇതാണ്. ഇതിന് 3 മെഷ് ഉണ്ട്. 3 മെഷ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതോ 2 മെഷ് മാത്രം, ദാറ്റ് ഈസ് സെക്കൻഡ് മെഷും തേർഡ് മെഷും മാത്രം സൂപ്പർ മെഷ് നമുക്ക് കണക്കാക്കാം. കാരണം ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉള്ളത് കൊണ്ട് അത് മുകളിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഒബ്വിയസ്ലി I3 മുകളിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ I3 മൈനസ് I2 ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞത് ആദ്യത്തെ ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാം. അതേമാതിരി ഈ പറഞ്ഞ മെഷ് വന്നിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. ഇത് വന്നിട്ട് അവിടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അതിന് മുമ്പ് ഈ കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടുള്ള ഈ കമ്പൈൻഡ് ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോണേ. അപ്പോൾ 5 ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ തുടങ്ങാം. ഓക്കെ, നമ്മുടെ ഇഷ്ടം ഇങ്ങനെ വേണമെങ്കിൽ തുടങ്ങാം. സോ ഞാൻ 6ൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. 6 ഇൻറ്റു I2 പ്ലസ് 4 ഇൻറ്റു I3. നേരെ പോയി മുട്ടുന്നത് പ്ലസ് 3 വോൾട്ട് ആണ്. അതേമാതിരി തിരിച്ച് നേരെ ഈ കറണ്ട് നേരെ പോയി മുട്ടുന്നത് മൈനസിലാണ്. സോ ഇപ്പോൾ മൈനസ് 5 പ്ലസ് 2 ഇൻറ്റു I2 മൈനസ് I1 എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ. ആദ്യത്തെ മെഷീൻ വേണ്ടത് ഒരു സിമ്പിൾ മെഷാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വന്നിട്ട് എന്താണ് കറണ്ട് വോൾട്ടേജ് ഇക്വേഷൻ എഴുതണമെങ്കിൽ 10 വോൾട്ട് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു I1 പ്ലസ് 2 ഇൻറ്റു I1 മൈനസ് I2 പ്ലസ് 5 വോൾട്ട്. അതാണ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ. അങ്ങനെ 3 ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ 10 is equal to 3 into I1 plus 2 into I1 minus I2 plus 5. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ 3 ഇക്വേഷൻ. ഏത് വേണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ എടുക്കാം. ജസ്റ്റ് 3 ഇക്വേഷൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുക. You will be getting the answer. Okay, thank you.